എന്താ? ഗുരുവായൂർ ഏകാദശി. എന്തോ? ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂർ ഏകാദശി. ഒന്നുകൂടെ അർജുനന് പറഞ്ഞേ. ഭഗവാൻ ഗീത ഉപദേശിച്ചു കൊടുത്ത ദിവസം. ഗീതാദിനം. ആ ഗീതാദിനം. ഈ ഒരു ദിവസമായിരുന്നു ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജീവശാസ്ത്രം ഉപദേശിച്ചു കൊടുത്തത്. അല്ലേ? ആണോ? അല്ലേ? ജീവശാസ്ത്രം അല്ലേ? അതെ അതെ അതെ. ആ ജീവശാസ്ത്രത്തിൽ പിന്നീട് അതിനെ വീണ്ടും വിഭജിച്ച് വരുമ്പം ഊർജതന്ത്രവും രസതന്ത്രവും എല്ലാം അതിനകത്തുണ്ട്. ഇല്ലേ? ആണോ? ഉണ്ടല്ലേ? അതെ അതെ ഉണ്ട്. ഹരേ കൃഷ്ണ. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ വായിച്ചു നിർത്തിയത്? എന്തായാലും നോക്കാം. നോക്കിയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ശ്ലോകങ്ങളിലോട്ട് പോകാം. കഴിഞ്ഞ ആഴ്ച വായിച്ചു നിർത്തിയത് എന്താ? ശ്രീമദ് മഹാഭാഗവതം അല്ലേ? അതെ അതെ പ്രഭു. ശ്രീമദ് ഭാഗവതം. അടുത്ത വായിക്കട്ടെ പ്രഭു. ഏത് ആ ശ്ലോകം വായിച്ചു കഴിഞ്ഞായിരുന്നു? ഭാവാർത്ഥം വായിച്ചു കഴിഞ്ഞിരുന്നോ? ഭാവാർത്ഥം 2 പാരഗ്രാഫ് വായിച്ചു. മൂന്നാമത്തേതാണ് ഈ വായിക്കാനുള്ളത്. ഇനി എത്ര പാരഗ്രാഫ് ഉണ്ട്? ഞാൻ ഇപ്പം വേറെ വീട്ടിലിരിക്കുന്നത് കൊണ്ട് ഭാഗവതം കയറില്ല. മറ്റേത് ഇനി എത്ര പാരഗ്രാഫ് ഉണ്ട്? ഇനിയും 2 പേജുണ്ട് പ്രഭു. ഓ, 2 പേജുണ്ട്. ശരി, 2 പേജുണ്ട്. ശ്ലോകവും കൂടെ വായിച്ച് അടുത്തൊരു പാരഗ്രാഫ് നമുക്ക് വായിക്കാം. കൃഷ്ണ. ശ്ലോകവും വിവർത്തനവും വായിച്ചതിന് ശേഷം ഒരു റിവ്യൂ വരണ്ടേ? ഓ ശരി ശരി, ആയിക്കോട്ടെ പ്രഭു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം അധ്യായം 1 ശ്ലോകം 2. കർമ്മപ്രോജിത കൈതവോ അത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരാഃ സദ്യോ ഹൃദ്യവരുത്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തക്ഷണാത്. വിവർത്തനം. ഭൗതികതയാൽ പ്രേരിതമായ ധർമ്മങ്ങളെയെല്ലാം പാടെ തിരസ്കരിച്ചുകൊണ്ട് ഈ ഭാഗവത പുരാണം നിർമ്മല ഹൃദയരായ ഭക്തർക്ക് പരമസത്യത്തെ ഗ്രഹിക്കാൻ കഴിയും വിധം പ്രതിപാദിക്കുന്നു. ഏവരുടെയും ക്ഷേമ താൽപര്യാർത്ഥം മിഥ്യയിൽ നിന്നും വേർതിരിക്കപ്പെട്ട യാഥാർത്ഥ്യമത്രേ പരമസത്യം. ആ സത്യം ത്രിവിധ ക്ലേശങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നു. മുനിശ്രേഷ്ഠനായ വ്യാസദേവൻ തന്റെ പരിപക്വ അവസ്ഥയിൽ രചിച്ച മനോജ്ഞഗംഭീരമായ ഈ ഭാഗവതം ഭഗവത് സാക്ഷാത്കാരത്തിന് ഉതകും വിധം സ്വയം പര്യാപ്തമാണ്. എന്നിരിക്കെ മറ്റൊരു ധർമ്മശാസ്ത്രത്തിന്റെ ആവശ്യമെന്ത്? വിനയത്തോടെ ഒരുവൻ ഭാഗവത സന്ദേശം സശ്രദ്ധം ശ്രവിക്കുമ്പോൾ ഹൃദയത്തിൽ ഈ ജ്ഞാന സംസ്കരണത്താൽ അവന്റെ ഹൃദയത്തിൽ ഭഗവാൻ തൽക്ഷണം വാസമുറപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദർജി. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു പാദാർത്ഥം. വായിക്കാനുള്ള പാരഗ്രാഫ് അല്ലേ വായിക്കുന്നത്? അതെ 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 അതെ. ആദ്യത്തെ 2 പാരഗ്രാഫ് ചെറിയ പാരഗ്രാഫ് ആയിരുന്നത്. കഴിഞ്ഞ അടുത്തത് പേജ് 73 ആദ്യത്തേത്. വേദങ്ങളിൽ മുകളിൽ പ്രസ്താവിച്ച 4 കർമ്മങ്ങളും നിയന്ത്രിതമായ രീതിയിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാകയാൽ ഇന്ദ്രിയ പൂരണത്തിനായി യാതൊരു അനാവശ്യ മാത്സര്യവും ഉണ്ടാകുന്നില്ല. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാവിധ ഇന്ദ്രിയ പൂരണ പ്രവർത്തനങ്ങൾക്കും അതീതമാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതം പൂർണ്ണമായും അതീന്ദ്രിയ സാഹിത്യമാകയാൽ മാത്സര്യപൂർണമായ ഇന്ദ്രിയ പൂരണത്തിന് അതീതമായ പരിശുദ്ധ ഭക്തർക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. ഭൗതിക ലോക ഇത്തരത്തിലുള്ള എല്ലാവിധ ഇന്ദ്രിയ പൂരണ പ്രവർത്തനങ്ങൾക്കും അതീതമാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതം പൂർണ്ണമായും അതീന്ദ്രിയ സാഹിത്യമാകയാൽ മാത്സര്യപൂർണമായ ഇന്ദ്രിയ പൂരണത്തിന് അതീതരായ പരിശുദ്ധ ഭക്തർക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. ഭൗതിക ലോകത്തിൽ മൃഗങ്ങൾ തമ്മിലും മനുഷ്യർ തമ്മിലും സമൂഹങ്ങൾ തമ്മിലും രാഷ്ട്രങ്ങൾ തമ്മിലും തീവ്രമായ മത്സരമുണ്ട്. എന്നാൽ ഭഗവത് ഭക്തർ അപ്രകാരമുള്ള മത്സരങ്ങളുടെ തലത്തെ മറികടക്കുന്നു.
ശാശ്വതവും പരമാനന്ദപ്രദവുമായ ജീവിതം നിലകൊള്ളുന്ന ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങിപ്പോകുന്ന മാർഗത്തിൽ ഉള്ളവരാകയാൽ ഭഗവത് ഭക്തർ ഭൗതികവാദികളുമായി മത്സരത്തിൽ ഏർപ്പെടുകയില്ല. അത്തരം അതീന്ദ്രിയവാദികൾ അസൂയാരഹിതരും നിർമ്മല ഹൃദയരുമാണ്. ഭൗതിക ലോകത്തിൽ ഏവരും മറ്റുള്ളവരോട് അസൂയാലുക്കളാകയാൽ മാത്സര്യമുണ്ടാകുന്നു. എന്നാൽ അതീന്ദ്രിയരായ ഭഗവത് ഭക്തർ ഭൗതിക അസൂയയിൽ നിന്നും സ്വതന്ത്രർ മാത്രമല്ല, ഏവരുടെയും ഉയർച്ച ആഗ്രഹിക്കുന്നവരുമാണ്. ആകയാൽ ഭഗവത് ഭക്തർ ഭഗവാനെ കേന്ദ്രീകരിച്ചുള്ള മാത്സര്യരഹിതമായ ഒരു സമൂഹത്തിനായി കിണഞ്ഞു പരിശ്രമിക്കുന്നു. ഇന്ന് കാണുന്ന സോഷ്യലിസ്റ്റ് രീതിയിലുള്ള നിർമത്സര സമൂഹം സ്വാഭാവികമല്ല. കാരണം ഒരു സോഷ്യലിസ്റ്റ് ദേശത്ത് ഏകാധിപതി സ്ഥാനത്തേക്ക് മത്സരമുണ്ടാവും. വേദങ്ങളുടെയോ സാമാന്യ മനുഷ്യ പ്രവർത്തനങ്ങളുടെയോ കാഴ്ചപ്പാടിൽ ഭൗതിക ജീവിതത്തിന്റെ അടിസ്ഥാനം ഇന്ദ്രിയ തൃപ്തിയാകുന്നു. ത്രിവിധ മാർഗങ്ങൾ വേദങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. കൂടുതൽ മെച്ചപ്പെട്ട ഗ്രഹങ്ങളിലേക്ക് സ്ഥാനക്കയറ്റം നേടിത്തരുന്ന കാമ്യകർമ്മങ്ങളാണ് ആദ്യത്തേത്. രണ്ടാമത്തേതിൽ, അതായത് ദേവലോകം പ്രാപിക്കുന്നതിനായി വ്യത്യസ്തമായ ദേവന്മാരുടെ ആരാധന. മൂന്നാമത്തേതും അവസാനത്തേതുമായതിൽ നിരപേക്ഷ സത്യത്തെയും അതിൻ്റെ നിർവിക്തിക സ്വരൂപത്തെയും സാക്ഷാത്കരിക്കുന്നതും അതുമായി താതാത്മ്യം പ്രാപിക്കുന്നതും ഉൾപ്പെടുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. വളരെ സന്തോഷം. ആദ്യം അതീന്ദ്രിയമായ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്താ ക്വാളിഫിക്കേഷൻ വേണ്ടത്? ഈ പാരഗ്രാഫിൻ്റെ ആദ്യം എന്താ പറഞ്ഞത്? ആർക്കാ ഇത് മനസ്സിലാവുന്നത് ഈ ശാസ്ത്രം? ഭക്തർക്ക് എന്തോ മാത്സര്യബുദ്ധിയില്ലാത്തവർ. അതൊരു ഒരു പറയുന്നുണ്ടല്ലോ, ഞാൻ എടുത്തു ഒന്നുകൂടെ വായിക്കാൻ പറഞ്ഞില്ലേ? ഇന്ദ്രിയ നിയന്ത്രണം. ഇന്ദ്രിയങ്ങൾ ആദ്യത്തെ വരി ഒന്നുകൂടെ വായിച്ചാൽ മതി. ഇന്ദ്രിയങ്ങൾ വേദങ്ങളിൽ മുകളിൽ പ്രസ്താവിച്ച 4 കർമ്മങ്ങളും നിയന്ത്രിതമായ രീതിയിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാകയാൽ ഇന്ദ്രിയ പൂരണത്തിനായി യാതൊരു അനാവശ്യ മത്സരവും ഉണ്ടാകുന്നില്ല. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാവിധ ഇന്ദ്രിയ പൂരണ പ്രവർത്തനങ്ങൾക്കും അതീതമാണ് ഭാഗവതം. അതാർക്ക് മനസ്സിലാവും? പരിശുദ്ധ ഭക്തന്മാർക്ക്. മാത്സര്യപൂർണമായ പരിശുദ്ധ ഭക്തർക്ക് മനസ്സിലാവും. മാത്രമേ ഇത് മനസ്സിലാകുകയുള്ളൂ. അതാണ് കാര്യം. എത്ര സുന്ദരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാനുമായിട്ട് അടുത്തു നിന്ന് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ഗുരുശിഷ്യ സമ്പ്രദായത്തിലൂടെ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന് കോയിൻസൈഡ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഇന്നലെ ഒരു സുഭാഷിതം ഇന്ന് അമൃതവചനം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു ഒരു ഗ്രൂപ്പിലാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ധർമ്മം ശ്രേഷ്ഠമാകുന്നു. ചക്രവർത്തി അശോകൻ പറഞ്ഞു, ധർമ്മം ശ്രേഷ്ഠമാകുന്നു. ധർമ്മത്തിൻ്റെ ഘടകങ്ങൾ എന്തെല്ലാമാണ്? പാപവർജനം, ശുഭാകർമാനുഷ്ഠാനം, ദാനം, ഔദാര്യം, സത്യം, ശുചിത്വം ഇവ തന്നെ. മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലജന്തുക്കൾക്കും പ്രാണരക്ഷ കൊടുക്കണം. ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ സുഹൃതികളാണ്. ഇതിൻ്റെ അന്തരാർത്ഥത്തിലോട്ട് പോകുന്നില്ല, ഞാൻ ഒറ്റ ലൈൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അമൃതവചനമാണ് എഴുതിയിരിക്കുന്ന ആദ്യത്തെ പോയിന്റ്, ധർമ്മം ശ്രേഷ്ഠമാകുന്നു. അതിൻ്റെ ലാസ്റ്റ് വരി എന്താ പറഞ്ഞിരിക്കുന്നത്? മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലജന്തുക്കൾക്കും പ്രാണരക്ഷ കൊടുക്കണം. ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ സുഹൃതികളാണ്. ഞാനൊന്ന് ചിരിച്ചു. ഈ മെസ്സേജ് തിരിച്ച് ഞാനൊരു പേഴ്സണൽ റിപ്ലൈ കൊടുത്തു. ഇത് സത്യമായിരിക്കെ ദയവായിട്ട് വെജിറ്റേറിയനിസം മോട്ടിവേറ്റ് ചെയ്യൂ. ഇതെല്ലാം വളരെ മനോഹരമായിട്ട് വായിക്കും. വായിച്ചതിന് ശേഷം എന്താ ചെയ്യുന്നത്? ഈ വായിച്ചവരെല്ലാം തന്നെ
ആഹാര കാര്യത്തിൽ ഇത് ഓർമ്മിക്കുന്നില്ല. ഇതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് ഇത് ഓർമ്മിക്കാത്തത്? ശരിയായ ഒരു ദിശാബോധം ഇല്ലാത്തത് കൊണ്ട്, ഒരു ഗുരുശിഷ്യ ബന്ധം ഇല്ലാത്തത് കൊണ്ട്. എല്ലാവരും കൂടും, വൈകാരികമായിട്ട് കൂടും. ആ സീസണൽ ഡിവോഷണൽ സർവീസ് എന്ന് പറയും. ഏതാണോ ആ ആഴ്ച പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ആ ദിവസം പ്രധാനപ്പെട്ടത് സംസാരിക്കും, വായിക്കും, ഗാനങ്ങൾ ചൊല്ലും, പിരിയും. പക്ഷേ ആഹാരശൈലിയിൽ ഒന്നും മാറ്റം വരുന്നില്ല. പിന്നെ എവിടെയാ പുരോഗമനം എന്ന് പറയുന്നത്? പിന്നെ എവിടെയാണ് സുഹൃതി എന്ന് പറയുന്നത്? എന്നും ഈ കൂടുന്നതിനെയാണോ, വെറുതെ കൂടുന്നതിനെയാണോ സുഹൃതം എന്ന് പറയുന്നത്? വെറുതെ പാടുന്നതിനെയാണോ സുഹൃതം എന്ന് പറയുന്നത്? വെറുതെ ഭഗവാന് മുന്നിൽ പൂക്കൾ സമർപ്പിക്കുന്നതിനെയാണോ സുഹൃതം എന്ന് പറയുന്നത്? ഇത് നമ്മൾ രണ്ടാമത് ചിന്തിക്കാത്തത് നല്ല ഒരു ഗുരുശിഷ്യ ബന്ധം ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്ന് നമ്മൾ ഭാഗ്യവശാൽ നല്ലൊരു ഗുരുശിഷ്യ ബന്ധത്തിലാണ് വളരുന്നത്. ആ ഗുരുശിഷ്യ ബന്ധം വളരുന്നത് കൊണ്ടാണ്, അതിലൂടെ പോകുന്നത് കൊണ്ടാണ് ഗുരുവായൂർ ഏകാദശി എന്നതിലുപരി നമ്മൾ എന്ത് ചിന്തിക്കുന്നത്? ഇതൊരു ഗീതാദിനമാണ്, ഗീതാ ജയന്തിയാണ്. ഈ ഗീതാ ജയന്തി എന്ന് പറഞ്ഞത് വളരെ നിർണായകമായ ഘട്ടത്തിൽ, അതും യുദ്ധഭൂമിയിൽ വളരെ സെൻസിറ്റീവ് മൊമെൻ്റാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുക. പറയൂ, എന്താ രണ്ടുപേരും അവിടെ വന്നിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? യുദ്ധം ചെയ്യുന്നില്ലേ? തിരിച്ചു പോവാണോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്, കാത്തിരിക്കുകയാണ് തുടങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ തുടങ്ങുന്നില്ല. എന്താ അവിടെ നടക്കുന്നത്? ഗീത ഉപദേശിക്കുന്നു. അർജുനന് ജീവശാസ്ത്രം ഉപയോഗിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ അർജുനൻ ഭഗവാനെ ഗുരുവായി സ്വീകരിക്കുകയാണ്. ഒരു ഗുരുവിനോട് മാത്രമേ ഏതൊരു സംരംഭവും വിജയിക്കുകയുള്ളൂ എന്നർത്ഥം. ഒരു ഗുരുവിൻ്റെ ഉപദേശത്താൽ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ശരിയും തെറ്റും നമുക്ക് നല്ലതുപോലെ അറിയാൻ സാധിക്കുകയുള്ളൂ. ആ ജീവശാസ്ത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് ഭഗവാൻ 18-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു നിർത്തുന്നു. 2-ാം അധ്യായത്തിൽ തുടങ്ങിയതാണ്. നീ എന്തിനാ ഈ ശരീരത്തെപ്പറ്റി ചിന്തിക്കുന്നത്? ശിലാ പ്രഭുപാദർ പറയുന്നു, മരണം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ മറ്റൊരു മാറ്റമാണ്. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്ന് ഈ അവസ്ഥകളിലൂടെ ശരീരം പോകുമ്പോൾ അതിലെ ഏറ്റവും അവസാനത്തെ ശരീരത്തിൻ്റെ ഒരു മാറ്റത്തെയാണ് മരണം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ വേറൊന്നുമില്ല. ഓരോ അവസ്ഥയിലും. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ബോധറാവേണ്ട ആവശ്യമില്ല. എന്ന് ഈ ആത്മാവിനെ ശരീരത്തിന് വഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ടോ, ഏതെങ്കിലും തരത്തിൽ അതിന് കപ്പാസിറ്റി ഇല്ലാതെ വരുമ്പോൾ ആത്മാവ് അവിടെ ഇരിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. കാര്യം ആത്മാവിന് ഈ ശരീരത്തിന് വഹിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആത്മാവിനവിടെ ഒരു 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 വിഷമം പിടിക്കും അവിടെ. അപ്പോൾ എന്ത് ചെയ്യും? പുതിയൊരു ഉടുപ്പിന് വേണ്ടി ആത്മാവ് ഈ ശരീരം വിട്ടുപോകും. ഇനി ഇവിടെ പറ്റത്തില്ല, വിട്ടുപോകും. ആത്മാവ് വിട്ടുപോകുമ്പോഴത്തേന് ശരീരം അവിടെ പതിക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് മാറ്റം. കുരുക്ഷേത്ര യുദ്ധം എല്ലാം കഴിഞ്ഞ്
ധൃതരാഷ്ട്ര അടുത്ത് വിതുരരാണ് എന്ന് പറയുന്നത് തോന്നുന്നു, അല്ലെങ്കിൽ തിരുത്തണേ. ധൃതരാഷ്ട്ര വീണ്ടും യുധിഷ്ഠിരന്റെ ഭരണത്തിന് കീഴിൽ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് എല്ലാം മറന്നു. ധൃതരാഷ്ട്ര 18 ദിവസത്തെ യുദ്ധവും മറന്നു. തൻ്റെ മക്കള് മരിച്ചതും മറന്നു. വീണ്ടും ആ മെറ്റീരിയൽ ലൈഫിൽ സുഖലോലുപതയോടെ മുന്നോട്ട് പോവുകയാണ്. നാണമില്ലേ ധൃതരാഷ്ട്ര? നാണമില്ലേ അങ്ങേക്ക് പാണ്ഡവരുടെ ആഹാരവും കഴിച്ച് കഴിയാൻ? ആ ഒരൊറ്റ ശബ്ദം, ആ ഒരു ശബ്ദം മാത്രമാണ് ധൃതരാഷ്ട്രയെ ഉലച്ചത്. പിറ്റേന്ന് രാവിലെ നോക്കുമ്പം പാണ്ഡവര് നോക്കുമ്പം ധൃതരാഷ്ട്ര ആ കൊട്ടാരത്തിലില്ല. അന്വേഷിക്കും. അപ്പോൾ വിതുരര് മറുപടി പറയും, സമാധാനമായിട്ടില്ലേ, എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ നടക്കും, ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയും. ധൃതരാഷ്ട്ര കൊട്ടാരം വിട്ടുപോയിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഇതുപോലെയാണ് ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം. 18-ാമത്തെ അധ്യായത്തിൽ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 18 14-ാമത്തെ ശ്ലോകം എടുത്താട്ട്. പതിനെട്ടിലെ 14. അധിഷ്ഠാനം തഥാകർത്ത. ഹരേ കൃഷ്ണ പ്രഭു വായിക്കട്ടെ. വായിച്ചോട്ടെ. ഓം നമോ ഭഗവതി വാസുദേവായ. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ക്ലിഷ്ടാ ദൈവം പൈചൈവാത്ര പഞ്ചമം. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ. ട്രാൻസ്ലേഷൻ. ഹരേ കൃഷ്ണ. അധിഷ്ഠാനം ശരീരം, കർമ്മം ചെയ്യുന്ന ആൾ, കരണങ്ങൾ ഇന്ദ്രിയങ്ങൾ, നാനാവിധത്തിലുള്ള ഉദ്യമങ്ങൾ, പരമാത്മാവ് എന്നിവയാണ് കർമ്മത്തിന്റെ 5 ഘടകങ്ങൾ. അധിഷ്ഠാനം അല്ലെങ്കിൽ ശരീരം, കർമ്മം ചെയ്യുന്ന ആൾ, കരണങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ, നാനാവിധത്തിലുള്ള ഉദ്യമങ്ങൾ, പരമാത്മാവ് എന്നിവയാണ് കർമ്മത്തിന്റെ 5 ഘടകങ്ങൾ. അതിന്റെ ഭാവാർത്ഥം ഒന്ന് വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദർ കി ജയ്. ഹരേ കൃഷ്ണ. അധിഷ്ഠാനം എന്നാൽ ശരീരം. ശരീരസ്ഥനായ ആത്മാവ് കർമ്മഫലങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് കർത്താവെന്ന് പറയപ്പെടുന്നു. കർത്താവെന്നാൽ ചെയ്യുന്നവൻ, അറിയുന്നവനും പ്രവർത്തിക്കുന്നവനും ആത്മാവാണെന്ന് സ്മൃതിയിൽ പറയുന്നു. യേശ ദ്രഷ്ട സ്രഷ്ട എന്ന പ്രശ്നോപനിഷത്ത് 4:9, ജ്ഞേത ഏവ 2:3-18, കർത്താശാസ്ത്ര അർത്ഥവത്വ 2:3-33 എന്ന് വേദാന്ത സൂത്രം. കർമ്മോപകരണങ്ങളായ ഇന്ദ്രിയങ്ങളെ ആത്മാവ് പല വിധത്തിൽ പ്രവർത്തിപ്പിക്കുന്നു. ഓരോ കർമ്മത്തിനും പിന്നിൽ വ്യത്യസ്തമായ ഓരോ ഉദ്യമമാണുള്ളത്. പക്ഷേ ജീവിതാത്മാവിന്റെ സകല പ്രവൃത്തികളും തന്റെ സുഹൃത്തായി ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിന്റെ ഇച്ഛയ്ക്കനുസരിച്ചുള്ളവ തന്നെ. ആത്യന്തികമായ കാരണം സർവേശ്വരനത്രേ. ഈ നിലയിൽ ഹൃദയസ്ഥനായ പരമാത്മാവിന്റെ കൽപ്പനയനുസരിച്ച് കൃഷ്ണാവബോധ പ്രവർത്തനം നടത്തുന്നവർ സ്വാഭാവികമായും കർമ്മബദ്ധരല്ല. സമ്പൂർണ്ണ കൃഷ്ണാവബോധമുള്ളവർ ആത്യന്തികമായി സ്വകർമ്മങ്ങൾക്ക് ഉത്തരവാദികളല്ല. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം പരമമായ ഇച്ഛയെ, പരമാത്മാവിനെ, കൃഷ്ണ ഭഗവാനെ ആശ്രയിച്ചിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലോട്ട് പോകുന്നതിന് മുമ്പിട്ട് അതിനകത്ത് ചെറുതായിട്ടൊന്ന് 2 കാര്യങ്ങൾ നോക്കാം.
അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം വിവിധാച്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാർത്ത പഞ്ചമം. ആ, ഇതിലെ ഒരു വേട് ദൈവം ചൈവാത്ര പഞ്ചമം. ദൈവം എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ദൈവം എന്ന് പറയുന്നത് ഭഗവാൻ ഭഗവാൻ, ദ സുപ്രീം. അപ്പോൾ ദൈവം എന്നാണോ ദൈവങ്ങളെ എന്നാണോ നമ്മൾ പറയേണ്ടത്? ദൈവം. ദൈവം. ദൈവങ്ങൾ ഇല്ല. ഉണ്ടോ? ഇല്ല. ദൈവം. അപ്പം ദൈവത്തിന്റെ പരിപൂർണമായ അർത്ഥം ദൈവമേ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, അല്ലേ? ദൈവമേ, ദൈവമേ എന്ന് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കും. ആ ദൈവം എന്ന് ഉദ്ദേശിച്ചേക്കുന്ന ആരെയാ? ഭഗവാൻ ശ്രീകൃഷ്ണനെ. ആ, പരമാത്മാവ് തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനെ തന്നെയാണ് വിളിക്കുന്നത്, കൃഷ്ണനെയാണ് വിളിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ല. എൻ്റെ ദൈവമേ എന്ന് പറയുമ്പോൾ ആ ദൈവത്തെ വിളിക്കുന്നത് ആരെയാണെന്ന് അവിടെയാണ് നമ്മൾ ഓർമ്മ പെശകുണ്ടാകുന്നത്. ഗൗനിക്കാതെ വിളിക്കുമ്പോൾ, ദൈവമേ എന്ന് വിളിച്ചിട്ട് ഭഗവാനെ നമ്മൾ സ്മരിക്കാതിരിക്കുമ്പോൾ അത് മറ്റൊരപരാധം. ആ, നമ്മളൊരാളെ വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കുക, എന്നിട്ട് ആളിനെ നോക്കാതെ ഇരുന്നാലോ എന്താ അവസ്ഥ? നോക്കാതിരുന്നാലോ? അപരാധാവത്. ആ, ഇല്ലേ? ഒരു കളിയാക്കുന്നത് പോലെ, അല്ലേ? അല്ലേ? ഇത്രയുള്ള കാര്യം. നമ്മൾ വളരെ മനോഹരമായിട്ട് ചിന്തിക്കണം. ദൈവമേ എന്ന് വിളിക്കുമ്പോൾ സാക്ഷാൽ ഭഗവാനെ നമ്മൾ ഓർമ്മിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോൾ ദൈവം ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരാൾ, ആ ദൈവം ഒരേ ഒരാളേ ഉള്ളൂ. അത് നമ്മുടെ അകത്തും പുറത്തും ഇരിക്കുന്ന ആ ഒരു വ്യക്തി, ശ്രേഷ്ഠനായ വ്യക്തി ആരാ? ഭഗവാൻ കൃഷ്ണൻ. അകത്തും അന്തർബഹിരവസ്ഥിതം. അന്തർബഹിർ അവസ്ഥിതം. ശ്ലോകം ഏതാ വരുന്നത്? ഞാൻ ഓർമ്മ വരുന്നില്ല. പക്ഷെ ശ്രീമദ് മഹാഭാഗവത്തിൽ ഒരു സ്തുതിയാണത്, അന്തർബഹിർ അവസ്ഥിതം. ഓർമ്മ ഉണ്ടാകുമോ എല്ലാവർക്കും? ആ, ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധം കുന്തിസ്തുതിയിൽ 1:8-18 എടുത്താട്ട്. പ്രഥമസ്കന്ധം അധ്യായം 8-18 കുന്തിസ്തുതി. കൃഷ്ണ. ആ, ആ, കുന്ത്യോവാച നമസ്തേ പുരുഷം ത്വാഭ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. ട്രാൻസ്ലേഷൻ. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദ് ജയ്. ശ്രീമതി കുന്തിദേവി പറഞ്ഞു, അല്ലയോ കൃഷ്ണ, ഭൗതിക പ്രപഞ്ചത്തിന്റെ ഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടാത്ത ആദിമനായ പരമദിവ്യോത്തമ പുരുഷനായ അങ്ങയെ ഞാൻ പ്രണമിക്കുന്നു. സർവ്വതിന്റെയും അന്തർവർത്തിയായും ബാഹുവർത്തിയായും നിലകൊള്ളുന്നുവെങ്കിൽ തന്നെയും അങ്ങ് സർവർക്കും അദൃശ്യനാകുന്നു. ഹരേ കൃഷ്ണ. അങ്ങ് സർവർക്കും അദൃശ്യനാകുന്നു. എന്തുകൊണ്ടാ? നമ്മള് ഇതീയമ്മേ ഭിന്നാ പ്രകൃതിരഷ്ടത, ഈ 8 എലമെന്റ്സ് കൊണ്ടുകൊണ്ടാണ്. അതിനകത്ത് 3 ആത്മാവ് വിട്ടുപോകുമ്പോൾ കൂടെ പോകും. മനസ്സ്, ബുദ്ധി, അഹങ്കാരം. എന്തിനാ? ആ ചിന്തകളിലൂടെയാണ് പോകുന്നത്. ആ ചിന്തകൾ അവിടെ മുറിക്കാൻ പറ്റത്തില്ല. വർഷങ്ങളായിട്ട് ഒരു ശരീരത്തിരുന്ന് ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഈ ശരീരം പ്രവർത്തിച്ചു. ആത്മാവിൻ്റെ ഇൻസ്ട്രക്ഷനാൽ ശരീരം പ്രവർത്തിക്കാൻ പറ്റാതെ വരുമ്പോൾ ആത്മാവ് ശരീരത്തെ ഉപേക്ഷിക്കും. ഇത്ര തന്നെ. മനസ്സിലാവുന്നില്ലേ?
ശരി. മനസ്സിലാവുന്നില്ലേ? അപ്പം ആത്മാവിന്റെ ചിന്തകൾക്കനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന മറ്റ് ശരീരം തേടി പോകും എന്നർത്ഥം. അപ്പോൾ ചിന്തകളിലൂടെയാണ്, പ്രവർത്തനങ്ങളിലൂടെയാണ്, കർമ്മ മേഖലകളിലൂടെയാണ് ആത്മാവ് പ്രവർത്തിക്കുന്നത്. ആത്മാവിന് അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ശരീരം നോക്കി പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആത്മാവിനെ എങ്ങനെ നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് ശരിയായ ജീവശാസ്ത്രം എന്ന് പറയുന്നത്. ശ്രീമതി കുന്തിദേവി പറയുന്നു, ഒന്നുകൂടെ വായിച്ചാട്ട്. ഹരേ കൃഷ്ണ. ആ. കുന്ത്യോവാച നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. ട്രാൻസ്ലേഷൻ. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദർ കി ജയ്. ശ്രീമതി കുന്തിദേവി പറഞ്ഞു, അല്ലയോ കൃഷ്ണ, ഭൗതിക പ്രപഞ്ചത്തിന്റെ ഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടാത്ത ആദിമനായ പരമ ദിവ്യോത്തമ പുരുഷനായ അങ്ങയെ ഞാൻ പ്രണമിക്കുന്നു. സർവ്വതിന്റെയും അന്തർവർത്തിയായും ബാഹ്യവർത്തിയായും നിലകൊള്ളുന്നുവെങ്കിൽ തന്നെയും അങ്ങ് സർവർക്കും അദൃശ്യനാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ അകത്തും പുറത്തുമുണ്ട്. അപ്പോൾ ഏതൊരാളിനെ കാണുമ്പോഴും നമ്മൾ പ്രഭോ എന്ന് വിളിക്കുന്നത് അവിടെ ഇരിക്കുന്ന പരമാത്മാ. സർവസ്യാഹം ഹൃദയസന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമപോഹരം ച വേദൈച്ച സർവീരഹമേവ വേദ്യു വേദാന്തകൃത്വേദ വിദേവ ചാഹം. എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി സ്ഥിതി ചെയ്യുന്ന ആ ഭഗവാൻ. അതുകൊണ്ടാണ് ഒരിക്കൽ എനിക്ക് തോന്നുന്നത് ശബരിമല അഗ്നി ബാധിച്ചതിന് ശേഷമാണോ അതോ എന്തോ 80കളിലാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എല്ലാവരും വിചാരിക്കും തത്വമസി എന്ന് ഉദ്ദേശിക്കുന്ന ആ വേട് ക്ഷേത്രം ഉണ്ടായപ്പോൾ മുതലേ ഉള്ളതാണെന്നുള്ളത്. അല്ല. ഈ ക്ഷേത്രത്തിന് നല്ലൊരു മുദ്രാവാക്യം, ഒരു ശ്ലോകൻ വേണമല്ലോ എന്ന് ഒരു കൂട്ടർ ചിന്തിക്കുകയും അന്ന് ചിന്മയാനന്ദ സ്വാമിയെ സമീപിക്കുകയും ചെയ്തു. ചിന്മയാനന്ദ സ്വാമിയാണ് ഇത് പറഞ്ഞു കൊടുത്തത്. തത്വമസി, നീ ആരെയാണോ കാണാൻ പോകുന്നത് ആ ആള് നിന്റെ ഹൃദയത്തിലും ഉണ്ട്. ഇത്രയുള്ള അർത്ഥം. ആരെയാണോ കാണാൻ പോകുന്നത് തത്വമസി, അത് നിന്റെ ഹൃദയത്തിലും സ്ഥിതി ചെയ്യുന്നു. അന്തർബഹിർ അവസ്ഥിതം. ഇത്രയേ ഉള്ളൂ. എല്ലാ ചരാചരങ്ങളെയും ഈശ്വര ദർശനത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു ഉപദേശം. ഇത്രയേ ഉള്ളൂ. അതുതന്നെയാണ് പിന്നീട് ശ്രീനാരായണ ഗുരു തൻ്റെ കണ്ണാടി ദർശനത്തിലും പറഞ്ഞത്. തന്നെ താൻ കാണുക, തന്നെ താൻ കാണുക. ആ ഹൃദയത്തിലിരിക്കുന്നതും പുറത്തിരിക്കുന്നതും എല്ലാം ഒരേ ഒരാളാണ്. ആ ഒരേ ഒരാളുടെ മക്കളാണ് നമ്മളെല്ലാവരും. നമ്മൾ തിരിച്ചു പോകേണ്ടത് ഭഗവാന്റെ ആവാസസ്ഥാനമായ ഗോലോക വൃന്ദാവനത്തിലേക്കാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കെ ഭഗവാന്റെ ഈ സൃഷ്ടിയെ നമുക്ക് എങ്ങനെ ഉപദ്രവിക്കാൻ പറ്റും? ഒരു വൈഷ്ണവന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ? പരദുഃഖ ദുഃഖി. മറ്റുള്ളവരുടെ ദുഃഖത്തിലും ദുഃഖത്തെയും നമ്മുടെ ദുഃഖമായി കാണാനുള്ള ക്വാളിറ്റിയാണ് ഒരു വൈഷ്ണവൻ എന്ന് പറയുന്നത്. ആ വൈഷ്ണവരാവുക എന്നുള്ളതാണ് ഓരോ ഭാരതീയൻ്റെയും ധർമ്മം എടുത്തു പറയുന്നത്. കാര്യം ഭാരതം ഈ പ്രദേശവുമല്ലയോ, കാലം ഇന്ന് കലിയുഗമല്ലയോ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. സത്ത് ചിത്ത് ആനന്ദ ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതി ഗോവിന്ദ സർവകാരണ കാരണം. എല്ലാ കാരണങ്ങൾക്കും കാരണനായ ആ ഭഗവാനെ. അപ്പം ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഈ 5 ഘടകങ്ങളാണ്. ആ 5 ഘടകങ്ങൾ അടുത്ത ശ്ലോകത്തിലോട്ടൊന്ന് വാ. നമുക്ക് വീണ്ടും നമ്മൾ ഭഗവത്ഗീതയിലേക്ക് വീണ്ടും വരിക. അധിഷ്ഠാനം തഥാകർത്ത കഴിഞ്ഞ് 18 15 കൂടെ ഒന്ന് വായിച്ചാട്ടോ മതി. ഹരേ കൃഷ്ണ. കർമ്മ പ്രാരഭതേ നമഃ. ഹരേ കൃഷ്ണ. സുരി ശരീരമാത്മനോ കർമ്മ പ്രാരഭതേ നരഃ
ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവഃ. കൃഷ്ണ, ന്യായമാവട്ടെ അന്യായമാവട്ടെ മനുഷ്യൻ തന്റെ ശരീരം, വാക്ക്, മനസ്സ് എന്നിവയാൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും കാരണം ഈ 5 ഘടകങ്ങളാണ്. ന്യായമാകട്ടെ അന്യായമാകട്ടെ, ന്യായമാണെങ്കിലും അന്യായമാണെങ്കിലും മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കിലെയും ഈ 5 ഘടകത്തിലാണ് നിൽക്കുന്നത്. അപ്പം ന്യായമായ രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാവിനെ ആ രീതിയിൽ നിലനിർത്തണം. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, അധിഷ്ഠാനം, ആത്മാവിൽ ഇരിക്കാനുള്ള ഒരു സംവിധാനമാണ് ശരീരം എന്ന് പറയുന്നത്. അവിടെ പരമാത്മാവ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറയുന്നു, എന്താ, ഈ ശരീരം ക്ഷേത്രമാണ് എന്നുള്ളത്, അല്ലേ? ആണോ? അതെ. ഈ ശരീരം ഒരു ക്ഷേത്രമാണ്. ഭഗവത്ഗീതയിൽ 13:3 എടുത്താട്ടെ. ക്ഷേത്രം ക്ഷേത്രജ്ഞേവ. അതെ, ഇന്ന് എടുത്താട്ടെ 13:3. ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ക്ഷേത്രജ്ഞയോർ ജ്ഞാനം യത്തജ്ഞാനം മദം മമ. അർത്ഥം: ഹേ ഭാരത വംശജ, സർവ ശരീരങ്ങളിലും കുടികൊള്ളുന്ന ഞാനും ക്ഷേത്രജ്ഞ നീ അറിയണം. ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. ഇതാണ് അഭിപ്രായം. ക്ഷേത്രത്തെയും ഈ ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള അറിവാണ്. അപ്പോൾ സുമ്യാനന്ദ സ്വാമി ചിന്തിച്ചത് ഓം തത്സത്ത് എന്ന 3 വാക്കുകളിൽ നിന്നാണ് തത്വമസി രൂപാന്തരം ചെയ്തത്. ഓം തത്സത്ത്. ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ച് നമുക്ക് അറിയണം. അപ്പോൾ ഈ ശരീരത്തിലിരിക്കുന്ന ആത്മാവ്, ആത്മാവ് പരമാത്മാവിനെയും അധിഷ്ഠാനമാക്കി, അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഭൗതികമായിട്ടുള്ള സങ്കല്പം, ഒരു ആകൃതിയാണ് ശരീരം എന്ന് പറയുന്നത്. ആ ശരീരത്തെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന പരമാത്മാവ് അർച്ചവിഗ്രഹമാകില്ലേ? ആണോ അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തെ നമ്മൾ എങ്ങനെയാ കാണുന്നത്? വളരെ ശുദ്ധിയായിട്ട് ആ ക്ഷേത്രം പരിശുദ്ധമായി ഭഗവാന്റെ അർച്ചവിഗ്രഹം ഇരിക്കുന്നതാണ്. ആ ഭഗവാനെ നമ്മൾ കാണാൻ പോകുന്നു, ആ ഭഗവാന് നിവേദ്യങ്ങൾ കൊടുക്കുന്നു, ആ ക്ഷേത്രത്തെ പരിശുദ്ധിയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ എന്ത് ചെയ്യണം? പരിശുദ്ധി ഉണ്ടാവണം. പരിശുദ്ധി ഉണ്ടാകും. ക്ഷേത്രത്തിനകത്ത് എന്താ നടക്കുന്നത്? എപ്പോഴും മന്ത്രങ്ങളാണ് നടക്കുന്നത്, അല്ലേ? യഥാവിധി മന്ത്രങ്ങളും യഥാവിധി നിവേദ്യങ്ങളും, ആണോ അല്ലേ? അതെ അതെ. അപ്പോൾ ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ എന്താ ചെയ്യേണ്ടത്? യഥാവിധി മന്ത്രങ്ങളും യഥാവിധി നിവേദ്യങ്ങളും വേണം. നിവേദ്യങ്ങളും നടക്കണം. അപ്പോൾ ശരിയായ യഥാവിധി മന്ത്രം എന്താ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. യഥാവിധി മന്ത്രം, യഥാവിധി നിവേദ്യം. എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ശരീരം ആ ഒരു ക്ഷേത്രത്തിലെ തന്ത്രിയും ഘടകക്കാരനും എല്ലാം ആരാ? നമ്മൾ തന്നെയാണ്. അതിനെ പരിശുദ്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് നമ്മുടെ ധർമ്മം. ഒരു ക്ഷേത്രം അശുദ്ധമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ ശുദ്ധി കലശം ചെയ്തു, അല്ലേ? ആണോ അല്ലേ? അതെ. അപ്പോൾ ഒരു ദിവസം 100 പ്രാവശ്യം ശുദ്ധി കലശം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന പരമാത്മാവിന് സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ പെർമനന്റ് ആയിട്ടൊരു ശുദ്ധി കലശം വേണ്ടേ? ഇത്രയുള്ള കാര്യം. അപ്പം അവിടെ വീണ്ടും പറയുന്നു, അതുകൊണ്ട് തന്നെ
ഈ ക്ഷേത്രത്തിൻ്റെ ഓണർ എന്ന് പറയുന്നത് നമ്മളല്ല. പിന്നെ ആരാ? ആത്മാവാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ല, ഈ 5 ഘടകങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അഹങ്കരിക്കുന്നു, ഞാൻ ചെയ്തു. ഇല്ലേ? ആണോ അല്ലേ? അതെ പ്രഭു. ആ, പക്ഷേ ആരാ ചെയ്യുന്നത്? ഈ 5 ഘടകങ്ങളാണ് ചെയ്യുന്നത്. ഈ 5 ഘടകങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാ? ആത്മാവാണ്. അല്ലേ? ആ ആത്മാവിനെ ബുദ്ധി കൊണ്ട് പരമാത്മാവുമായിട്ട് ഘടിപ്പിക്കണം. ഇല്ലേ? ആണോ? അതെ. അതുകൊണ്ട് നാരദ മഹർഷി മഹാരാജ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്, യാവത് ബ്രിയേത ജഠരം താവ സാവതം ഹി ദേഹിനാം അധികം യോ അഭിമന്യേത സത് സ്തേനോ ദണ്ഡം അർഹതി. ദണ്ഡം അർഹതി. 7-ാമത്തെ സ്കന്ധം 14-ാമത്തെ അധ്യായം 8-ാമത്തെ ശ്ലോകം വളരെ കൃത്യമായിട്ട് 7, 14, 8 എടുത്തു വച്ചാട്ട്. അപ്പം അങ്ങനെ പോകുമ്പം 7, 14, 8 അവിടെയാണ് പ്രശ്നോപനിഷത്ത് ഇങ്ങനെ പറഞ്ഞത്. തുടർന്നുള്ള ശ്രീല പ്രഭുപാദന്റെ ഭാവാർത്ഥത്തിൽ ഈശഹി ദൃഷ്ട സ്പർശ ഘ്രാത രസായുധ മന്ദാബോധ കർത്ത വിജ്ഞാനമാത്മാ പുരുഷാത്മന് സംരക്ഷതി. കാണുന്നതും സ്പർശിക്കുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും രുചിക്കുന്നതും ചിന്തിക്കുന്നതും ഗ്രഹിക്കുന്നതും ആത്മാവാണ്, നമ്മളല്ല. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു പൊടി കണ്ണിലോട്ട് വരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് കണ്ണടയ്ക്കും. നമ്മൾ പറഞ്ഞിട്ടാണോ കണ്ണടച്ചത്? ആണോ? അല്ല. ഇന്നലെ ഞാൻ ബസ്സിൽ കയറിയപ്പം പെട്ടെന്ന് വീഴാൻ തുടങ്ങി. പെട്ടെന്ന് കൈയെടുത്ത് പിടിച്ചു. ഇത് നമ്മൾ പറഞ്ഞിട്ടാണോ പിടിച്ചത്? അല്ല. പക്ഷെ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, എൻ്റെ കഴിവാണെന്ന് പറയും. ഇല്ലേ? ഇപ്പൊ പറയില്ല പ്രഭു. കോമൺ ആയിട്ട് അങ്ങനെയല്ലേ പറയുന്നത്? കോമൺ ആയിട്ടല്ലേ പറയുന്നത് എല്ലാവരും? ഇതെല്ലാം എൻ്റെ കഴിവാണ്. അല്ല, കാണുന്നതും സ്പർശിക്കുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും രുചിക്കുന്നതും ചിന്തിക്കുന്നതും ഗ്രഹിക്കുന്നതും ഈ 5 ഘടകങ്ങളാണ്. ഈ 5 ഘടകങ്ങളുടെ സുപ്രീമായിട്ട് നിൽക്കുന്ന ആത്മാവാണ്. അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മസൂത്രം വീണ്ടും പറഞ്ഞത് ജ്ഞാത ഏവ, അത് യഥാർത്ഥത്തിൽ അറിയുന്നവനായ ആത്മാവാണ്. വീണ്ടും കർത്താ ശാസ്ത്രാർത്ഥത്വാത്, ആത്മാവ് പ്രവൃത്തികളുടെ കർത്താവാണ്. അപ്പം അങ്ങനെ പ്രവൃത്തികളുടെ കർത്താവായിട്ട് വരുമ്പോൾ പിന്നെ നമ്മളുടെ പ്രവർത്തനേന്ദ്രിയങ്ങൾ എന്താണ്? പ്രവർത്തനേന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങൾ ഒന്ന് രുചി, സ്പർശം, കാഴ്ച, മണം, ശബ്ദം. അതിൻ്റെ പ്രവർത്തനങ്ങൾ കൈകള്, കൈകാലുകള്, ശബ്ദം, ജനനേന്ദ്രിയങ്ങൾ, മലദ്വാരം. ഇങ്ങനെ ഇതിലൂടെ ആത്മാവ് വിവിധ തരം പ്രവർത്തികൾ ചെയ്യുന്നു. ഇത്രയല്ലേ കാര്യം? മനസ്സിലാവുന്നുണ്ടല്ലോ? അതെ പ്രഭു. അപ്പൊ അങ്ങനെ വരുമ്പം ചിലർക്ക് നല്ല കഴിവുകൾ ഉണ്ടാവാം, ചിലർ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ടാവാം, ചിലർ സാധാരണയായി പോകുന്നുണ്ടാകാം. ഇതെല്ലാം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്? നമ്മുടെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. എന്തുകൊണ്ടാ? ആ കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ വാസനയ്ക്കനുസരിച്ചിട്ട് നമ്മൾ ചിന്തകൾ പോവുകയും ആത്മാവ് യാത്ര ചെയ്യുകയും ചെയ്യും. ആത്മാവ് യാത്ര ചെയ്യുമ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അടുത്ത ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ പൂർവജന്മത്തിൻ്റെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു ശരീരത്തിലേക്ക് ആത്മാവ് പ്രവേശിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് വീണ്ടും ആത്മാവ് പ്രവർത്തനം തുടങ്ങുന്നു. ഇല്ലേ? ശരിയാ പ്രഭു. അപ്പം യന്ത്രരൂഢാനിമായ ശ്രീപ്രഭുപാദ വീണ്ടും ഭഗവത്ഗീത പറയുന്നു, യന്ത്രരൂഢാനിമായ ഈ ശരീരം. അപ്പം അങ്ങനെ പോകുമ്പോൾ 3 തരത്തിലുള്ള പ്രവർത്തികളാണ് നമ്മൾ ചെയ്യുന്നത്. ഏതൊക്കെ തരത്തില്? നമ്മൾ പറയത്തില്ലേ, മനസ്സാ വാച കർമ്മണ. ഇല്ലേ? ഒരു നോക്കാട്ടെ, ഒരു വാക്കാട്ടെ, മനസ്സാ വാച കർമ്മണ. 3 പ്രവർത്തികൾ ഏതൊക്കെ കൊണ്ടാണ്? മനസ്സുകൊണ്ട്, വചനം കൊണ്ട്, കർമ്മം കൊണ്ട്.
അത്രയേ ഉള്ളൂ. മനസ്സുകൊണ്ട്, വചനം കൊണ്ട്, കർമ്മം കൊണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ രണ്ട് സെൻസിറ്റീവ് ഇഷ്യൂസാണ് നമ്മൾ പ്രവൃത്തി കൊണ്ടും നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ നാവിനെയും നമ്മുടെ പ്രവൃത്തിയും നമ്മൾ നിയന്ത്രിക്കണം എന്ന് പറയുന്നതാണ്. ഇത് നമ്മൾ പറയാറില്ല, ഇത് വായിന്ന് പോകുന്നതും വാക്കും പറയാറുണ്ടല്ലോ പണ്ടുള്ളവർ. കയ്യിന്ന് പോയ കല്ലും സന്ധ്യ ഇങ്ങനെ പറയുന്നില്ലേ? വായിന്ന് വീണ വാക്കും ആ, കയ്യിന്ന് വീണ ആയുധവും. കയ്യിന്ന് പോയ കയ്യിന്ന് പോയ കല്ലും പറഞ്ഞു പോയ വാക്കും. തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന്. കയ്യിന്ന് പോയ കല്ലും വായിന്ന് പോയ വാക്കും തിരിച്ചെടുക്കാൻ സാധിക്കത്തില്ല. അത് പോയി കഴിഞ്ഞു. ഈ രണ്ടിനെയും നമ്മൾ നിയന്ത്രിക്കണം. മനസ്സുകൊണ്ട് ദ്രോഹം ചെയ്യുന്നുണ്ടെങ്കിലും അത് അത്രയും മറ്റുള്ളവർക്ക് ദൂഷിതമാകുന്നില്ല. അതിലും റിയാക്ഷൻസ് ഉണ്ടെങ്കിലും ഇത്തിരി കാഠിന്യം കുറവായിരിക്കും. പക്ഷേ കാഠിന്യം കൂടുതലുള്ളത് ഏതൊക്കെയാണ്? വായിന്ന് പോകുന്ന നാവിനും കയ്യിന്ന് പോകുന്ന കല്ലിനും. അപ്പൊ ഈ കൈയിനെയും നാവിനെയും നമുക്ക് മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കണം. നല്ല കാര്യങ്ങൾ, ആ മനസ്സിനെ ഉദ്ദേശം ആത്മാവിനെ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കണം. ആ ആത്മാവിനെ പരമാത്മാവുമായിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കണം. അതിനുള്ള ബുദ്ധിവിശേഷം കിട്ടണം. അപ്പം വായിന്ന് പോയ വാക്കിനെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുമോ ഇല്ലേ? എത്തും. അപ്പൊ ആ വായിന്ന് പോകുന്ന നാവ് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരി എന്ന മഹാമന്ത്രമായെങ്കിലോ? ആണെങ്കിലോ ഭഗവാന്റെ അടുത്തെത്തും. കയ്യിന്ന് പോകുന്ന കല്ല് പത്രം പുഷ്പം ഫലം തോയം വ്യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തി ഉപകൃതം അസ്നാമി പ്രയതാത്മനഃ എന്നാണെങ്കിലോ? കൈവിട്ട ആയുധം. കൈവിട്ട ആയുധം. കറക്റ്റ്. കൈവിട്ട വായിന്ന് വീണ വാക്കും എടുക്കാൻ പറ്റില്ല. ഹരികൃഷ്ണ. അപ്പൊ ആ കൈവിട്ട ആയുധം പത്രം പുഷ്പം ഫലം തോയം വ്യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തി ഉപകൃതം അസ്നാമി പ്രയതാത്മനഃ എന്നാണെങ്കിലോ? എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ ചെന്നെത്തും. ആണെങ്കിലോ? എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ ചെന്നെത്തുന്നു. എത്ര സുന്ദരമാണ്, എത്ര സുന്ദരമാണ്. അപ്പം യദ്വാ ചാനദ്വിദിതം യേന വാഗ്വദ്വിദിതേ. നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവിനെ ശബ്ദം കൊണ്ട് വിവരിക്കാൻ കഴിയത്തില്ല. പക്ഷേ ആ ശബ്ദത്തിന് സംസാരിക്കാനുള്ള ശക്തി ലഭിക്കും. നമ്മൾ ഈ ഇന്ദ്രിയങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പക്ഷേ നമ്മൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നു. ഇല്ലേ? ആണോ? ആണ് പ്രഭു. അതെ. ശബ്ദത്തിന് സംസാരിക്കാനുള്ള ശക്തി ലഭിക്കുന്നു. പക്ഷേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ മനസ്സും ബുദ്ധിയും കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അതേസമയം അതേ ശക്തിയാൽ മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുന്നു. ശരിയല്ലേ? ആണോ? എത്ര പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. എന്നാൽ രണ്ടും കോയിൻസൈഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് പരമാത്മാവിനെ നമ്മുടെ സാധാരണ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കത്തില്ല, ഇല്ലേ? പക്ഷെ ആ പരമാത്മാവിന്റെ ശക്തി കൊണ്ടാണ് കണ്ണുകൾക്ക് കാഴ്ച കിട്ടുന്നത്, ഇല്ലേ? ആണോ? അതെ. ഈ പരമാത്മാവിനെ സാധാരണ ചെവികൾ കൊണ്ട് കേൾക്കാൻ സാധിക്കത്തില്ല. പക്ഷെ ഈ ചെവികളുടെ കേൾവി ശക്തി ആരെ കൊണ്ടാണ്? ഭഗവാനെ കൊണ്ട്. ഭഗവാനെ കൊണ്ട്. വെറുതെ നമുക്ക് ശ്വസിക്കാൻ സാധിക്കത്തില്ല. ആരിയ്ക്കുന്നത് കൊണ്ടാണ് നമ്മൾ ശ്വസിക്കുന്നത്? ഭഗവാനെ നമ്മൾ ശ്വസിക്കുന്നത്
ഭഗവാൻ ഉണ്ടായത് ഭഗവാൻ ഉള്ളിലുണ്ടായിട്ട് പരമാത്മാവ് ഉള്ളിലുള്ളതുകൊണ്ട്. ആ ഭഗവാൻ ആത്മാവ് ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ശ്വസിക്കുന്നത്. ആത്മാവില്ലെങ്കിൽ നിന്ന് അല്ലേ? ശ്വസിക്കത്തില്ല. ആ അതുകൊണ്ട് അർജുനന്റെ അടുത്ത് ഭഗവാൻ അവിടെ പറഞ്ഞു നിർത്തുന്നു, അർജുന നീ മറ്റൊന്നും നോക്കണ്ട, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ. മാമേക ശരണം വ്രജഃ. ഭഗവാൻ ജീവാത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അവിടെ ആത്മാക്കളെ രണ്ടു തരത്തിലായിട്ട് തിരിക്കുന്നു. ആത്മാവും പരമാത്മാവും. ആത്മാവിന് പരിപൂർണമായൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ആ ആത്മാവ് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് പരമാത്മാവിനെ ബന്ധപ്പെടുത്താത്ത കാലത്തോളം ഇന്ദ്രിയങ്ങൾക്ക് പുറകെ പോകുന്നു. അതായത് ആപേക്ഷിക സത്യത്തിന് പുറമേ പോകുന്നു. ഇതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് കർണൻ. എന്താ, എന്തുകൊണ്ടാ പറഞ്ഞേ പ്രത്യക്ഷ ഉദാഹരണമാണ് കർണൻ എന്ന് പറഞ്ഞത്? കർണനെ വിളിച്ച് ഭഗവാൻ പറയുന്നു, കർണ പരമാത്മാവ് ഉപദേശിക്കുക ആത്മാവിനോട്, കർണ അർജുനൻ നിന്റെ സഹോദരനാണ്. അർജുനനെ സംരക്ഷിക്കേണ്ട കടമ നിനക്കുണ്ട്. പക്ഷേ കർണൻ എന്ന ജീവാത്മാവ് ആപേക്ഷിക സത്യത്തിന്റെ പുറകെ പോയി. സൂര്യനും സൂര്യപ്രകാശവും നിഴലും, ഈ നിഴലിന് മാറ്റങ്ങൾ ഉണ്ടാകാം, പക്ഷേ സൂര്യന് മാറ്റങ്ങളില്ല. അതേപോലെ ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ആപേക്ഷിക സത്യത്തിന്റെ പുറമേ കണ്ണൻ പോയി. ജീവാത്മാവ് ഭഗവാൻ ആ ജീവാത്മാവിനെ സ്വതന്ത്രമാക്കി വിട്ടു. എങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞു. പരമാത്മാവുമായിട്ട് ഡിസ്കണക്റ്റ് ആയിട്ട് അവിടെ ജീവാത്മാവ് സ്വതന്ത്രമായ രീതിയിൽ പോയി. എന്ത് സംഭവിച്ചു? വരും കർണനെ. ഇത്രയുള്ള കാര്യം. ഈ ഒരു ജീവശാസ്ത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 7, 14, 8 കൂടെ വായിച്ച് നമുക്ക് നിർത്താം. യാവത് ഭ്രിയേത ജാഡരം താവസത്വം ഹി ദേഹിനാം അധികം യു അഭിമന്യതേ സസ്തേനോ ദണ്ഡം അർഹതി. എടുത്തിരുന്നോ? അതുകൊണ്ട് 7, 14, 8 എടുത്തായിരുന്നു. യാവത് ഭ്രിയേത ജഠരം താവസ് സ്വത്വം ഹി ദേഹിനാം സ സ്തേനോ ദണ്ഡം അർഹതി. അതുകൊണ്ട് നമ്മൾ ഈ ശരീരത്തിന്റെ വലിയ അങ്ങ് ഉടമസ്ഥാവകാശം എടുക്കരുത്. ആ ഉടമസ്ഥാവകാശം എടുത്തുകൊണ്ട് നമ്മൾ സ്വരൂപിക്കുന്ന ധനം മൊത്തവും ആ ഉടമസ്ഥാവകാശത്തിൽ അധികം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളെ കള്ളന്മാരെന്ന് പറയും. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറഞ്ഞു നിർത്തുന്നു, ഭഗവാൻ നേരിട്ട് പറഞ്ഞു നിർത്തുന്നു, ഈ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ മാത്രമാണ് നമ്മൾ ധനം ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം ചെയ്യേണ്ടത്. അതിലധികം വരുന്ന ധനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ബാക്കിയുള്ള ഭക്തിയുത സേവനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഭഗവാൻ ആ അവസരം തന്നിരിക്കുന്നത് നമ്മൾ നേരെ വിനിയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും അവനെ കള്ളനായിട്ട് പരിഗണിക്കും എന്നർത്ഥം. ബാക്കി കാര്യങ്ങൾ, ഒരു കള്ളനെ സംബന്ധിച്ചിടത്തോളം പനിഷ്മെന്റിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. വാഞ്ചാകൽപ്പതരൂപ്യ ചെറുവാസും ധൂപ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സാക്ഷാൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ ഒരു ഗീതാ ദിനത്തിൽ സാക്ഷാൽ ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്ന ഈ ജീവശാസ്ത്രം നമുക്ക് പരിപൂർണമായി ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ എന്ന് പറയാം. ഹരേ കൃഷ്ണ. 1 മിനിറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാനുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഇന്ന് പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ നേരത്തെ 2-3 പ്രാവശ്യം ഒരാളിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അതിന് വ്യക്തമായ മറുപടി പറയാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് പ്രഭു അത് പറഞ്ഞു. നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നതും പുറത്തിരിക്കുന്നതും ഒരാളാണ് എന്ന് നമ്മൾ പറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്രഭു എന്ന് വിളിക്കുന്നതെന്ന് പറയുന്നു. അപ്പോ അവരെന്നോട് ചോദിച്ചു, പ്രഭുന്ന് എല്ലാവരും എന്താ പ്രഭു എന്ന് വിളിക്കാത്തേ? സ്ത്രീയിലും പുരുഷനിലും ഇരിക്കുന്ന ഒരു ആത്മാവ്, ഒരു ഭഗവാൻ തന്നെയല്ലേ? അപ്പൊ പിന്നെ എല്ലാവരും എന്താ പ്രഭു എന്ന് വിളിക്കാത്ത? മാതാജി എന്ന് വിളിക്കുന്ന എന്താണ് എന്നിങ്ങനെ ചോദിച്ചു.
അപ്പം അതിങ്ങനെ ചോദിച്ചപ്പോ എനിക്കത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു രാധാദേവി. അപ്പൊ രാധാദേവി ആയാലും അത് കൃഷ്ണനല്ലേ, അപ്പൊ അതും ഒരാളല്ലേ, അപ്പൊ പിന്നെ എന്താ പ്രഭു എന്ന് വിളിക്കാത്തേന്ന് ചോദിച്ചു. അപ്പൊ അതിനെനിക്ക് ആൻസർ ഒന്ന് പറയണം പ്രഭു. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും നമ്മളെല്ലാം മനസ്സ് തന്നെയല്ലേ ചോദിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചോദിക്കും. എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി സ്ഥിതി ചെയ്യുമ്പോൾ മാതാജി എന്ന് ഒരു സ്ത്രീയെ വിളിക്കുന്നത് അതിലും ഉപരിയായിട്ട് ആ പ്രഭുവിനെ നമ്മൾ കാണുന്നതുകൊണ്ടാണ്. അതിലും ഉപരിയായിട്ട് രാധാറാണിയെ നമ്മൾ എങ്ങനെ കാണുന്നത്? പരിശുദ്ധ രാധാറാണിയുടെ, ലക്ഷ്മി ദേവിയുടെ പ്രതീകങ്ങളാണ് ഓരോ സ്ത്രീയും. അവര് നമ്മളുടെ അമ്മയാണ്. ആ അമ്മ എന്ന സങ്കല്പത്തിൽ വരുമ്പം മറ്റ് യാതൊരു വിധമായ ഭൗതികമായ ഒരു അറ്റാച്ച്മെന്റ്, കാമ ആസക്തി ആ ശരീരത്തിനോട് നമ്മൾ കാണിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? സഹോദരി എന്നതിലുപരി മാതൃഭാവമാണ് അമ്മ. മനസ്സിലാവുന്നുണ്ടോ? പ്രഭു അത് ഞാൻ പറഞ്ഞപ്പം ആ സ്ത്രീ എന്ന് അവരെ കാണുന്നത് കൊണ്ടല്ലേ അങ്ങനെ ഒരു ഭാവം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു. നമ്മൾ ഭൗതികതയിലാണ് മാതാജി ജീവിക്കുന്നത്. ആ ഭാവത്തിലോട്ടൊക്കെ നമ്മൾ വരണം, ശരിയാണ്. അതെല്ലാം കുറച്ചുകൂടെ കഴിയണം. ഈ പറയുന്നതെല്ലാം രസമാണ്, ഡിബേറ്റുകളെല്ലാം ഇങ്ങനെ പോകും. എല്ലാ ഡിബേറ്റും നല്ല തമാശയാണ്, നല്ല രസമാണ് ഡിബേറ്റ് ചെയ്യാൻ. പക്ഷേ എത്രത്തോളം നമ്മുടെ മനസ്സിനെ അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും? ആ സാധിക്കുന്ന സാധനയാണ് ഓരോ സ്ത്രീയെയും കാണുമ്പോൾ മാതാജി എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നത്. അത് മാതാവാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ബാക്കിയുള്ള സംശയങ്ങൾ അടുത്ത ആഴ്ചയിലോട്ട് നമ്മൾ നീക്കാം. സംശയങ്ങൾ തുടങ്ങിയിട്ട് നമുക്ക് അടുത്ത ആഴ്ച ശ്ലോകം തുടങ്ങാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ സമയമായിരിക്കണം. പ്രഭുജിയുടെ അതിരൂപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ രാം 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ രാം രാമ രാമ ഹരേ ഹരേ രാം ഹരേ ഹരേ രാം 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 ഹരേ 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 രാമ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ. സിന്ധുഭ്യോ പതിതാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनेक कोटि वैष्णव वृंद की हरिनाम संकीर्तन यज्ञ की हरे कृष्ण महामंत्र की श्रील प्रभुपाद की जय. श्री अनंत पद्मनाभ स्वामी की जय. हरे कृष्ण. താങ്ക് യു പ്രഭു. നാളത്തെ